പുലിഭീതിയിൽ വീണ്ടും കോഴിക്കോടിന്റെ മലയോര മേഖല കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറന്തോട് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 8:30 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ് പുലിയെ കണ്ടത്. വാഹനത്തിന്റെ ഡാഷ് ക്യാമറയിലാണ് പുലി റോഡ് മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. പരിശോധന ഇന്നും തുടരും. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കോഴിക്കോടിന്റെ മലയോര മേഖല വീണ്ടും പുലിഭീതിയിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തത്. റോഡ് മുറിച്ചു കടക്കുന്ന പുലിയുടെ ദൃശ്യമാണ് കാറിന്റെ ഡാഷ് ക്യാമറയിൽ അതിൽ പതിഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഇപ്പോൾ വനംവകുപ്പിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തി. വലിയ രീതിയിൽ ഒരു തുടർച്ചയായിട്ടുള്ള പരിശോധന സാധ്യമായില്ല. രാത്രി ഏറെ വൈകിയിരുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ തണുപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രിയിലെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്ന കാര്യം കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. താമരശ്ശേരിയിൽ നിന്നുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമാണ് ഇന്നലെ എത്തിക്കൊണ്ട് പരിശോധന നടത്തിയത്. ഇന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തും. ആവശ്യമെങ്കിൽ അവിടെ ക്യാമറ ട്രാപ്പ് കൂടെ ഉൾപ്പെടെ സ്ഥാപിക്കും എന്നുള്ള കാര്യം കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷേ പരിശോധനയിലൊന്നും തന്നെ അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനോട് ചേർന്നുള്ള വിലങ്ങാട് മേഖലയിലാണ് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയതായുള്ള മറ്റൊരു സംശയം നിലനിൽക്കുന്നത്. അവിടെയുള്ള വളർത്തുനായയെ പാതി കടിച്ച നിലയിലായിരുന്നു. അങ്ങനെ വളർത്തുനായയുടെ പകുതി തിന്ന ഒരു ജഡമാണ് പിന്നീട് കണ്ടെത്തിയത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലും ആളുകൾ ഭീതിയിലാവുകയും വനംവകുപ്പിൽ പരാതി നൽകുകയും ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്ന് അതിനെ സ്ഥിരീകരിക്കുന്ന മറ്റ് തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന് പിറകെയാണ് കമ്മായിലും പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ടാപ്പിംഗ് തൊഴിലാളികൾ പറഞ്ഞിരുന്നു. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന വേളയിൽ തങ്ങൾ കണ്ടു എന്നുള്ള കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നത്. ആ പരിശോധനയിലും പക്ഷേ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും അതുമായി ബന്ധപ്പെട്ട് കൂടരഞ്ഞി മേഖലയും വലിയ ഭീതിയിൽ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആശങ്ക പരിഹരിക്കുമെന്നും ആവശ്യമെങ്കിൽ ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ സ്ഥാപിക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പട്രോളിംഗ് ഉൾപ്പെടെ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.